ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ, ആയുരാരോഗ്യവും രോഗശാന്തിയും ഈ ലോക ജീവിത സുഖങ്ങളും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്നൊരു ഭജന ചൊല്ലാം മക്കളെ. ആദ്യമേ നമുക്ക് ദേവിയെ കൊണ്ട് തന്നെ ചൊല്ലാം. പാലയ 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 മാം ദേവി, പാലയ 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 മാം, പാലയ 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 മാം ദേവി, പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. പാലയ 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 മാം ദേവി, പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. ദുഃഖവിനാശിനി പാലയ മാം അമ്മേ, ദുരിതവിനാശിനി പാലയ മാം. സങ്കടവൻകടൽ മാറ്റിയടിയനെ പാലയ 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 മാം. ദുഃഖവിനാശിനി പാലയ മാം അമ്മേ, ദുരിതവിനാശിനി പാലയ മാം. സങ്കടവൻകടൽ മാറ്റിയടിയനെ പാലയ 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 മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി, കൽമഷമെല്ലാം മാറ്റിയടിയനെ പാലയ 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 മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി, കൽമഷമെല്ലാം മാറ്റിയടിയനെ പാലയ 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 മാം. അറിവിനും അറിവായി വിളങ്ങും ദേവി, നാദരൂപിണി വീണാപാണി, മായാ ഭഗവതിയാദി പരാശക്തി പാലയ 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 മാം. അറിവിനും അറിവായി വിളങ്ങും ദേവി, നാദരൂപിണി വീണാപാണി, മായാ ഭഗവതിയാദി പരാശക്തി പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി, ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ, അടിയന്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി, ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ, അടിയന്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. പാലയ 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 മാം ദേവി, പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. നമുക്ക് കണ്ണനെ എന്നും കണി കണ്ടുണരണം എന്നുള്ളൊരു നാമമാണ്. എന്നും നമുക്ക് കാണാമല്ലോ, കണ്ണനെ തന്നെ എന്നും കണ്ടുണരണം. അപ്പോൾ ഇത് സത്യത്തിൽ മേടവിഷുവിന് വേണ്ടി എഴുതിയൊരു നാമമാണ്, പക്ഷെ എന്നും ചൊല്ലാമല്ലോ. കൃഷ്ണനെ കണ്ടുണരാം, കണിക്കൊന്ന കണ്ടുണരാം,
തുളസിക്കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം. കണ്ണനെ കണ്ടുണരാം, കണിക്കൊന്ന കണ്ടുണരാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാല ചാർത്താം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം. കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കണ്ണന്റെ തിരുമുടിയിൽ മയിൽ പീലി തീരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ. കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ. കണ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൃഷ്ണന്റെ തിരുമുടിയിൽ മയിൽ പീലി തീരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ. കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ. കണ്ണനെ കണ്ടുണരാം, കണിക്കൊന്ന കണ്ടുണരാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാല ചാർത്താം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം. കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർന്ന കൃഷ്ണനെ കണ്ടുണരാം. ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർന്ന കൃഷ്ണനെ കണ്ടുണരാം. കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർന്ന കണ്ണനെ കണ്ടുണരാം. ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയാർന്ന കൃഷ്ണനെ കണ്ടുണരാം. കണ്ണനെ കണ്ടുണരാം, കണിക്കൊന്ന കണ്ടുണരാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാല ചാർത്താം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം. നമുക്ക് എല്ലാ ഭക്തമക്കൾക്കും ഒരാഗ്രഹമുണ്ട്, വളരണമെന്ന്, ആത്മീയമായ വളർച്ച, വലുതായി വളരണമെന്ന് കാണുമല്ലോ. നമുക്ക് അങ്ങനെ എൻ്റെ മുമ്പൊക്കെ ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹം, എല്ലാ ആഗ്രഹവും നിന്നിട്ട് ഇനി എന്താ ഭഗവാന്റെ ഇഷ്ടം അതനുസരിച്ച് അങ്ങ് മുമ്പോട്ട് പോകുന്നുള്ളത്. എനിക്ക് പ്രത്യേകിച്ചൊരാഗ്രഹമില്ല. ഭഗവാൻ എങ്ങനെയാണ് മുമ്പോട്ട് എന്നെ കൊണ്ടുപോകുന്നത് അതുപോലെ അങ്ങ് ഞാൻ അവിടേക്ക് അർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ നാമം എഴുതി ചൊല്ലിയതാ. ഇത് എൻ്റെ ഭക്തമക്കൾക്ക് വേണ്ടി ഞാനത് ചൊല്ലാം. കാരണം എനിക്ക് വളരണം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, ആത്മീയമായ വളർച്ച. എന്നിട്ട് എന്താണ്, നമുക്ക് ഇപ്പം വലിയൊരു വൃക്ഷമാണല്ലോ, നമ്മളെല്ലാവരും വൃക്ഷങ്ങളാണ്. പരമാത്മാവായിരുന്നോ വലിയ വൃക്ഷം, ലോകത്തിലെ വൻ വൃക്ഷം ആരാ? ഈശ്വരനാണ്. അപ്പം നമുക്കും നമ്മളാൽ ഒക്കുന്ന പോലെ അല്പം വളരണമെന്ന് എനിക്കും അന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് താപത്താൽ വലയുന്നവർക്ക് ദുഃഖം, ദുരിതം, വിഷമങ്ങൾ, ചൂടല്ലേ വിഷമം എന്ന് പറയുന്നത്, അത് താപം, ദുഃഖം, അങ്ങനെ വലയുന്നവർക്ക് ഒരു വാക്കുണ്ടെങ്കിലും എന്തായാലും എങ്ങനെയെങ്കിലും ഒരു ഒരു ആശ്വാസ വാക്കോ ഒരു നോട്ടമോ ഒരു സ്നേഹമോ പുഞ്ചിരിയോ ധനമുണ്ടെങ്കിൽ അതോ എങ്ങനെയായാലും അവർക്കൊരു ആശ്വാസം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ഷുത്തിനാൽ വലയുന്നവർക്ക്, അത് വിശപ്പ് കൊണ്ട് വലയുന്നവർക്ക് ഒരു നേരത്തെ അപ്പം ജീവജാലങ്ങൾക്കായാലും അത് ഞാൻ ഇന്നും എന്നാൽ ഒക്കുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ നമ്മളാൽ എത്ര ഒക്കുന്നു അത്രയും, അതേ എനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഉള്ളതനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം എനിക്ക് തൃപ്തികരമാണ്, അത്രയൊക്കെ മതി. ഇപ്പം എനിക്കൊന്നും ആഗ്രഹമില്ല. ഇത് പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി. അപ്പോൾ വിശക്കുന്നവർക്ക്, വലയുന്നവർക്ക് ഫലപ്രദമാകണം. എന്തിനും വിശപ്പുണ്ട്, ആത്മീയമായും വിശപ്പുണ്ട്, അവർക്കും നമുക്ക് ഫലപ്രദമാകണം. ആത്മീയമായ ദാഹമുള്ളതും വിശപ്പെന്ന് പറയാം. എനിക്ക് അതായത് ഭഗവാനിൽ ഒത്തിരി അറിവ്. ഇപ്പോൾ ഒത്തിരി മക്കൾ പറയുമല്ലോ, അമ്മ ഇത് പറഞ്ഞു തരുന്നതുകൊണ്ട് ഭാഗവത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു എന്ന് എത്രയോ മക്കൾ പറയുന്നു. അതൊരാശ്വാസമല്ലേ? അത് ആഹാരമല്ലേ? ആത്മീയമായ അറിവല്ലേ? അപ്പോൾ അങ്ങനെ ഏത് രീതിയിലായാലും, ഈ ലോകചിന്തയിലായാലും ആത്മീയത്തിലായാലും നമുക്ക് എന്തായാലും അത് തൃപ്തികരമാണ്. അതുകൊണ്ട് ക്ഷുത്തിനാൽ വലയുവർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം. ഒരു വൃക്ഷത്തിൽ നമ്മൾ എന്താ എടുക്കുന്നത്? കായും കനിയും. പിന്നെന്താ? താപത്താൽ വളരുന്നവർക്ക് എന്താ? തണലുമേകും. വൃക്ഷം എന്താ? നമുക്ക് തണലേകും, ആശ്വാസം പകരും. വിഷമിച്ച് വന്നൊരു വൃക്ഷത്തിൻ്റെ മൂട്ടിലിരുന്നാൽ അത്ര അതിനെക്കൊണ്ട് ചെറിയ കാറ്റൊക്കെ വീശി അതിൽ കൂടെ നമുക്ക് എന്തൊരു തണലും എല്ലാം ആകുമ്പോൾ ചൂടിൻ്റെ ഒന്ന് കുറയും. അപ്പം നമ്മളൊരു മനുഷ്യവൃക്ഷമാണല്ലോ, അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വൃക്ഷമായി തീരണം. അതാണ് എല്ലാ മക്കളും സത്യത്തിൽ ഭക്തന്മാരെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോക ചിന്തയിൽ പിടിച്ചുപറിയും ബഹളമൊക്കെ രജോ ഗുണമുള്ളവർക്കാണല്ലോ. സാത്വികമായ ഗുണമുള്ള ഈശ്വരഭക്തന്മാർക്കൊന്നും ആരുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കണമെന്ന് ആഗ്രഹം, അങ്ങോട്ട് കൊടുക്കാനേ ആഗ്രഹം കാണും, ഇങ്ങോട്ടൊന്നും മേടിക്കാൻ ആഗ്രഹം കാണത്തില്ല. അതാണ്
അത് എൻ്റെ മനസ്സിൽ ഇത്രത്തോളമൊക്കെ എനിക്ക് തൃപ്തികരമായിപ്പോയല്ല. ഇനി എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം, എനിക്കെല്ലാം ഈശ്വരൻ എങ്ങനെ എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെയേ ഉള്ളൂ. ഇന്ന് ഈശ്വരങ്ങളിലേക്ക് വിളിക്കുന്നു, സന്തോഷം. നാളെ എന്താണുള്ള ഭഗവാന് മാത്രമേ അറിവുകൊണ്ട് ആ ഒരു നാമമാണ് ഇത്. ഭക്ത മക്കൾക്ക് വേണ്ടിയാണ്, അവരിത് നാമം ചൊല്ലണം എപ്പോഴും. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം, ഒരു വലിയ മരമാകണം, പിന്നെയോ ഒരു പൊന്മരമാകണം, ഒരു നല്ലൊരു നന്മ നിറയ്ക്കുന്നൊരു മരം. നമ്മളാൽ മറ്റുള്ളവർക്ക് നന്മ നിറയ്ക്കണം. അതുപോലെ പൊന്നാകുന്നൊരു മരമായിരിക്കണം. അതുപോലെ എൻ്റെ വൻമരമായിരുന്നു, വലിയ മരമാവണം. ഇതായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ അന്ന്. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം, താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം, കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം, കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം, താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം, കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ, താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം, കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. ആത്മാവിൽ ആനന്ദമാണ് ഒടുക്കം. ആനന്ദം കിട്ടിയ പിന്നെ ഒന്നിനും ആഗ്രഹം വേണ്ടല്ലോ. അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആനന്ദം മാത്രം മതി. ഭഗവാൻ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്, അരൂപിയാണ്, ആനന്ദമാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ആ പരബ്രഹ്മമായി മാറുമ്പോൾ ആനന്ദ നിർവൃതി, മറ്റെല്ലാം നമുക്ക് ശൂന്യമാണ്, ദേഹബോധങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായി മാറുക, ഭഗവാനിൽ ലയിക്കുക, രമിക്കുക എന്നും പറയും, ലയം പ്രാപിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ മറ്റൊന്നും ആഗ്രഹങ്ങളെല്ലാം നിലച്ചിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് മറ്റുള്ളവർക്ക് ഇത് ഇങ്ങനെ ആകാൻ വേണ്ടി ഞാനത് ഇപ്പോൾ ചൊല്ലുന്നു. കാരണം നമുക്ക് ഇപ്പം വിളക്ക് കത്തിച്ചില്ലേലും ഒരു ഭക്തന് കുഴപ്പമില്ല, ഉള്ളിലെ പ്രകാശം കാണാം. എന്നാലും നമ്മൾ എന്താ വിളക്ക് കത്തിക്കണ്ടായോ? ഭഗവാനെ ഒരു വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കണ്ടേ? കാരണം വരും തലമുറയ്ക്കൊക്കെ അത് കണ്ട് പഠിക്കണ്ടേ? അതുപോലെ ഇതൊക്കെ മറ്റുള്ള മക്കളോട് പഠിച്ചിങ്ങനെ ആകണ്ടേ? സ്വാർത്ഥപരായിരിക്കാൻ കൊള്ളാമോ? നിസ്വാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഇതെല്ലാം മറ്റുള്ളവർ പങ്കുവെച്ച് കൊടുത്തിട്ട് അവരെ ഇതുപോലെ ആക്കിയെടുക്കണ്ടേ? അതൊരു രക്ഷകർത്താവിൻ്റെ കടമയല്ലേ? ഞാനൊരു അമ്മയല്ലേ? എല്ലാ മക്കൾക്കും അതുകൊണ്ട് ഇത് പങ്കിട്ട് കൊടുക്കുന്നു. ഇതുപോലെ ആയി എല്ലാവരും വരിക. എല്ലാവരും വെച്ചാൽ ഓരോരോ അളവനുസരിച്ച് എല്ലാവരും അങ്ങനെ ആയി വരിക. ഈ ജന്മം കൊണ്ടല്ലെങ്കിൽ വരും ജന്മങ്ങളിലെങ്കിലും നമുക്ക് അങ്ങനെ ആയി തീരാം. അതുകൊണ്ട് അതുവേണ്ടി ചൊല്ലിയതാ മക്കളെ. നമുക്കിതെല്ലാം കഴിയുമ്പോൾ ആനന്ദം അനുഭവിക്കുന്ന ഒരു സുഹൃതമുണ്ട്, ഒരു ലയമുണ്ട്. അതുകൂടെ അങ്ങ് പാടി നിർത്താം. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ, നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം,
സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം. സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ. ഈ ലോക ജീവ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടാൻ മക്കൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് അതെല്ലാം കടന്നിട്ട് വേണം നമുക്ക് ആനന്ദം അനുഭവിക്കാൻ. അതുകൊണ്ട് ഈ ലോക ജീവിത ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം കരകയറ്റണമേ, എനിക്കും ആനന്ദം അനുഭവിക്കണമേ ഭഗവാനെ. അപ്പോൾ നമ്മുടെ ഈ ലോക ദുരിതങ്ങളെല്ലാം നമ്മളിന്ന് വിട്ടു പോയെങ്കിലേ നമുക്ക് ആ ഒരു ലെവല് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദുഃഖമല്ലേ, നമുക്ക് എങ്ങനെ ആനന്ദം അനുഭവിക്കാൻ പറ്റും? അതെല്ലാം കൈവിട്ട് നമ്മളിന്നാൽ അത് ത്യജിച്ച് വേണ്ടാത്തതൊക്കെ കളഞ്ഞ് പരമാത്മാവിൽ ലയിച്ച് വരുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാമം എഴുതി. ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അനുഭവിക്കുന്ന സുഖം, ആ ഒരു ആനന്ദം എല്ലാവരും അങ്ങനെ ആയിത്തീരണം, അത് അനുഭവിക്കണം എന്നൊരു ചിന്ത, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.